ഇന്ത്യൻ ഫുട്ബോളിൽ നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണമെന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അതിൽ ഒക്ടോബർ 30-ാം തീയതിക്കുള്ളിൽ തന്നെ ഒരു നിർണായക തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫിഫയുടെ ബാൻ വരെ ലഭിച്ചേക്കാം എന്നൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AFC ടൂർണമെൻറ്റുകളൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയും ഇന്ത്യൻ ഫുട്ബോളിന് കടന്നു പോകേണ്ടതായിട്ട് വരുന്നതാണ്. മറിച്ച് മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫുട്ബോൾ നേരിടുന്ന മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമാണ് ഇന്ത്യൻ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള അല്ലെങ്കിൽ ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതായത് MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ഒരു വിധത്തിൽ ശരിയായി വരുന്ന സാഹചര്യത്തിലൂടെയാണ് എന്നും ഒക്ടോബർ 24-ന് ISL ആരംഭിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിലവിലെ സാഹചര്യമെന്നും അല്ലെങ്കിൽ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്, അതായത് ഒരു നിശ്ചയിക്കാത്ത അല്ലെങ്കിൽ അനിശ്ചിതമായിട്ടുള്ള ഒരു ഡേറ്റ് ആയിട്ട് ഒക്ടോബർ, അതായത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള പ്രോബബിലിറ്റി ഉള്ള ഒരു ഡേറ്റ് ആയിട്ടാണ് ഒക്ടോബർ 24-ന്, അതായത് ISLൻ്റെ ആരംഭവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പ്, അതായത് ഒക്ടോബറിന് മുമ്പ് തന്നെ സൂപ്പർ കപ്പ്, അതായത് ISLന് മുമ്പ് തന്നെ സൂപ്പർ കപ്പ് നടത്തേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിലവിലുള്ളതെന്ന് കല്യാൺ ചൗബേ നേരത്തെ തന്നെ പ്രസ് മീറ്റിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതായത് ISLന് മുമ്പോട് തന്നെ ഇക്കുറി സൂപ്പർ കപ്പ് നടത്താനാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തീരുമാനമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണയായി പറയുകയാണെന്നുണ്ടെങ്കിൽ ISLന് ശേഷമാണ് സൂപ്പർ കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ISLന് മുന്നോടിയായിട്ടാണ് ഇക്കുറി സൂപ്പർ കപ്പ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബറിലെ 1-2 ആഴ്ചയ്ക്കുള്ളിലാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സൂപ്പർ കപ്പ് അവസാനിച്ച ശേഷം ഒരു മാസത്തിലെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു പ്രീ സീസൺ നടത്തിയെങ്കിൽ മാത്രമേ ക്ലബ്ബുകൾക്ക് ISL സീസണിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു ടൈം പീരീഡ് എല്ലാം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ന് നേരത്തെ തന്നെ കല്യാൺ ചൗബേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. സോ എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങിയേക്കാവുന്നതാണ്. അതായത് നിലവിൽ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രേക്കുകളും കോമ്പറ്റീഷനും ഒക്കെ തന്നെ വരുന്ന ഒരു ടൈറ്റ് ബ്രേക്ക് ടൈം പീരീഡ് തന്നെയാണ് ISLൻ്റെ ഒക്ടോബർ 24 സങ്കല്പിക്കുന്ന ആ ഒരു തീയതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ. സോ ഈ ഒരു ടൈം പീരീഡിൽ നല്ല ഇൻ്റർനാഷണൽ ബ്രേക്ക് ഉള്ളതിനാൽ തന്നെ ഒരു ISLന് ഒരു സ്ലോ സ്റ്റാർട്ടിലേക്കായിരിക്കും അത് നീങ്ങുക. സോ അതിനെല്ലാം പുറമെ നിലവിൽ ഈ ഒരു ഓഗസ്റ്റ് 30-ാം തീയതി 31-ാം തീയതിയോടുകൂടി ഈ ഒരു എന്താ പറയുക, നിലവിലുള്ള ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. പല ടീമുകൾക്കും ഇനിയും വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. പല ക്ലബ്ബുകളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 വിദേശ താരങ്ങളെയാണ് നിലവിൽ കണ്ടെത്തുവാനായിട്ടുള്ളത്. സോ ISLന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു താരങ്ങളെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ എത്തിക്കണം എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം എങ്കിൽ പോലും ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇനി പല ടീമുകളും ലക്ഷ്യമിടുക ഫ്രീ ഏജൻസ് ആയിട്ടുള്ള താരങ്ങളെ ആയിരിക്കും. സോ അങ്ങനെ ഫ്രീ ഏജൻസ് ആയിട്ടുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുമ്പോഴും അവരുടെ ഒരു ക്വാളിറ്റി ലെവൽ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു ദുരന്തമായിട്ടുള്ള സീസണിലേക്ക് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്തിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മികച്ച ഒരു ടീമിനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.